ബാങ്കോക്കിൽ ഒരു അതിമനോഹരമായൊരു ബുദ്ധ സ്റ്റാച്ചുവിൻ്റെ മുന്നിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇരുവശങ്ങളാൽ കനാലിൽ ഇഷ്ടപ്പെട്ട ഒരു അത്ഭുത ലോകം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ബാങ്കോക്കിലെ കനാലിലൂടെയുള്ള യാത്രയാണ്. ബാങ്കോക്കിൻ്റെ ഒരു പ്രധാനപ്പെട്ട എല്ലാ സ്ഥലങ്ങളിൽ നിന്നും നമുക്ക് ഈ ബോട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. ഏകദേശം ഒരാൾക്ക് 500 ബാത്ത്, അതായത് ഇന്ത്യൻ രൂപ ഏകദേശം 1500 രൂപേൻ്റെ അടുത്തോളം വരുന്നുണ്ട്. നമ്മുടെ ബാർഗനിങ്സിനനുസരിച്ച് നമുക്ക് റേറ്റ് കുറച്ച് വരാം. ഞങ്ങൾക്ക് ഏകദേശം 2 പേർക്കും കൂടി മൊത്തം 800 ബാത്താണ് ആയത്, ഏകദേശം 2500 രൂപേൻ്റെ അടുത്ത്. ഏകദേശം നമ്മളെ 1.5 അവേഴ്സിന് ആണ് ഈ റൈഡ് വരുന്നത്. അതിൽ ഏകദേശം ഓൾമോസ്റ്റ് നമുക്ക് ബാങ്കോക്ക് ഏകദേശം ഒരുപാട് എല്ലാ സ്ഥലങ്ങളും നമുക്ക് കവറാവും. അതിമനോഹരമാണ് കാഴ്ച. ഒരുപാട് കെട്ടിടങ്ങളും വെള്ളത്തിന് മുകളിലുള്ള കെട്ടിവെച്ച കെട്ടിടങ്ങളും ഏകദേശം നമ്മുടെ ആലപ്പുഴയൊക്കെ നമുക്ക് ഫീലാവും. പക്ഷേ ഇവിടെയൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചെന്ന് മഴക്കാലത്തൊക്കെ ഇവർ എന്തായിരിക്കും ചെയ്യുക? കാരണം വെള്ളം കയറി വരും. അങ്ങനെ ഒരുപാട് ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് വീടുകൾ കാണാം, അമ്പലങ്ങൾ കാണാം, പിന്നെ ചെറിയ ചെറിയ ബാറുകളുണ്ട്, സെലൂൺസ് വരെ ഉണ്ട്. ഇതിന് ഒരു ബാക്ക് വാട്ടർ ടൂറിസം തന്നെയാണ് ഇവിടെയും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരുപാട് നല്ല റെസ്റ്റോറൻറ്റുകളും ഏകദേശം ഒരു ഫ്ലോട്ടിംഗ് മാർക്കറ്റ് സ്റ്റൈൽ രീതിയിൽ നമുക്കവിടെ കാണാൻ സാധിക്കും. ബാങ്കോക്കിൽ വരികയാണെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഇത്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്യണം. പിന്നെ നമ്മുടെ നാട്ടിൽ തന്നെ പോലത്തെ ഒരുപാട് കാഴ്ചകൾ കാണാം. ഇപ്പോൾ കണിക്കൊന്ന, അങ്ങനെ ഒരുപാട് കുറേ തെങ്ങ്, വാഴ എല്ലാം നമുക്ക് കാണാം. ഏകദേശം നമ്മുടെ നാട്ടിൽ അതേ ക്ലൈമറ്റ് തന്നെയാണ് ഇവിടെയും വരുന്നത്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് നല്ല അതിമനോഹരമായ എക്സ്പീരിയൻസ് ഒന്നും കൂടി കൂട്ടാൻ വേണ്ടി നല്ല അടിപൊളി മഴ പെയ്തു. മഴയും കൂടി പെയ്തപ്പോൾ ആകെ അറ്റ്മോസ്ഫിയർ മാറി. പക്ഷെ അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയി. മഴയും വെള്ളവും ചുറ്റും കാഴ്ചകളും അത് വേറൊരു ലോകത്തേക്കിനാണ്. നമുക്ക് കാണാം ഒരുപാട് സ്ത്രീകൾ ഇതേപോലെ വന്ന സാധനങ്ങളൊക്കെ നമ്മുടെ അടുത്ത് വന്ന് വിൽക്കും. അതായത് തായ്ലാൻഡിലെ ലോക്കലായുള്ള ഐറ്റംസൊക്കെ നമുക്ക് വേണമെങ്കിൽ വാങ്ങാം. ചെറിയ ചെറിയ പൈസേൻ്റെ ഐറ്റംസ് ആയിരിക്കും ഇത്തിരി കൊണ്ടുള്ളത്. അങ്ങനെ ഏകദേശം 2 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും നമ്മുടെ എൻഡിങ് പോയിൻ്റെത്തിയാണ്. ഈ മുന്നിൽ കാണുന്ന ബാറ്ററൂം ഒരു നല്ലൊരു ലാൻഡ് മാർക്കാണ് ബാങ്കോക്കിലെ. മോസ്റ്റ് ഓഫ് ദ ടൂറിസ്റ്റ് ഈ പ്ലേസ് വിസിറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ നല്ലൊരു യാത്രയ്ക്ക് ശേഷം നമ്മൾ ആ സ്ഥലത്തോട് പോയി. അപ്പോൾ തായ്ലാൻഡ് വരുമ്പോൾ എല്ലാവരും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തോളാം.